ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ, സർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പഴുതാടുന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ വൈരാഖാലം പോലെ ദൈവിക ശക്തി നിങ്ങളുടെ മസിലുകളിലേക്ക്, കോശങ്ങളിലേക്ക്, രക്ഷികളിലേക്ക്, നാടിഞരമ്പുകളിലേക്ക്, രോഗകോശങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ, ഇറങ്ങി വസിക്കട്ടെ, ഇറങ്ങി വസിക്കട്ടെ. മാരക രോഗങ്ങള് നാമത്തിലെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ ആരാധിച്ചിരാ താഴോടുന്നിരാ ആശ്രയിച്ചിരാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിരാ താഴോടുന്നിരാ ആശ്രയിച്ചിരാ ദിവ്യകാരുണ്യത്തെ. മൗനമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, പറമ്പ് വിൽക്കാനുള്ളവര്, മക്കളുടെ അഡ്മിഷന് വേണ്ടി പരക്കം പായുന്നവര്, അലോട്ട്മെൻറ്റിൽ ഇപ്പോഴും വരാത്തവർ, ഏതെടുക്കണമെന്ന് അറിയാൻ പാടാതെ, ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷനുള്ളവർ, താഴത്തെ കുഞ്ഞുങ്ങളെ മുകളിലത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ കാരണം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ പ്രയാസമുള്ളവർ, ഏതെല്ലാം തരങ്ങൾക്ക് കൊണ്ട് വേദന അനുഭവിക്കുന്നു അതെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. യാത്രയുള്ളവരെ യാത്രക്ക് ഡേറ്റ് നിശ്ചയിക്കേണ്ട ഡേറ്റുകൾ സമർപ്പിക്കട്ടെ. പരീക്ഷയുള്ളവരെ പരീക്ഷ ഡേറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. റിസൾട്ട് വരാൻ പോകുന്ന ഡേറ്റുകളുള്ളവരുണ്ട്, ആ ഡേറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് ബയോപ്സിയുടെ റിസൾട്ട് എടുക്കാൻ പോകുന്നവർ ആ ഡേറ്റ് ഉണ്ട്, സമർപ്പിക്കട്ടെ. ഡെലിവറി ഡേറ്റുകൾ തന്നിട്ടുണ്ട് നേരത്തെ, അത് സമർപ്പിക്കട്ടെ. പരീക്ഷാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ. കാലത്തിനും അധികാരമുള്ള സമയത്തിനും അധികാരിയ സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഒക്കെ പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, തമ്മിൽ സംസാരിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായ ബന്ധുക്കൾ, ജോലി ചെയ്യാൻ പറ്റാത്ത ഓഫീസിടങ്ങൾ, തൊഴിലിടങ്ങൾ, ജോലി സ്ഥലങ്ങൾ, ഭീഷണികൾ, പരസ്പരമുള്ള സ്പർദ്ധകൾ, ഗ്രൂപ്പുകൾ, സമാധാനമില്ലാത്ത സമൂഹ ജീവിതം, എല്ലാ മേഖലയും കർത്താവിന്റെ കൃപ നൽകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പം പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാനോ ജീവിക്കാനോ സാക്ഷ്യപ്പെടുത്താനോ പറ്റത്തില്ല. അതുകൊണ്ട് ഉടമ്പടി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് സമാന്തരമായി വ്യത്യസ്ത കാലാവസ്ഥകൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വചനങ്ങളിലൂടെ ദൈവത്തെ അനുഭവിച്ച് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന അഭിഷേകത്തോടെ വായിക്കുവാൻ, അർത്ഥമറിഞ്ഞ് വായിക്കുവാൻ ആരാധനയിലൂടെ പ്രത്യേക അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അതിൻ്റെ പിന്നിൽ കിടന്നുകൊണ്ട് ഉടമ്പടി ഡൗൺ ആക്കരുത്. ചില സമയത്ത് ചില ഗ്യാപ്പുകൾ വരും അല്ലേ? ചില സമയത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഇല്ലാത്തൊരു സമയം ഉണ്ടാകും. ഇപ്പം നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ നിലനിന്ന് പോകും. അപ്പോൾ ഈ അമ്മയും അതുപോലെ ഈശോനെ കാണാത്ത 3 ദിവസം ഉണ്ടായി. അപ്പോൾ അമ്മയും സങ്കടത്തിലൂടെ പോയി. അപ്പം അമ്മ അത് തിരിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാണ് നീ വായിച്ച ഭാവം വായിച്ചേ? ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആബ്സൻസ് ഒക്കെ വരുമ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്ത ചില ദിവസങ്ങളുണ്ടാകും. ശ്രദ്ധിക്കണം മക്കളെ, അച്ഛൻ പറയണത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ വരും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയും ക്ലേശവുമായിരിക്കും ആ സമയത്ത് ഉണ്ടാകണത് ഇല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, എന്തായാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കും, ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണത്? അത് പിതാവിൻ്റെ കാര്യമാണ്. എന്താ കാര്യം? പിതാവിൻ്റെ കാര്യം എന്താണ്? അതായത് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഈശോ പിതാവിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജോലി, വീട്, വിവാഹം, പറമ്പ് വാങ്ങിക്കൽ അങ്ങനെയുള്ള ഏർപ്പാടല്ല. അത് പിതാവ് ഈശോയുമായിട്ട് ബന്ധമില്ലെങ്കിലും സാധാരണ നിരീശ്വരന്മാർക്ക് പോലും കിട്ടുന്ന കാര്യങ്ങളാണ്. പിതാവിൽ നിന്ന് ഈശോ കൊണ്ടുവന്ന തനത് ഗിഫ്റ്റ് എന്താണ്? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അതാണ് കൃപയാണ് പിതാവിൽ നിന്ന് കൊണ്ടുവന്നത്. ഈശോ കൊണ്ടുവന്നത് എന്താണ്? കൃപ. എപ്പോഴും കൃപയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിനെ പിക്ചറിൽ ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. കൃപയെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ബൈബിള് പിതാവിനെ കൊണ്ടുവരൂ. അതാണ് 12:18 എടുത്ത്. 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. പിതാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്താണ്? ഈ ആത്മാവാണ്. മനസ്സിലായില്ലേ? ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളാണ്. അതാണ് ഈശോ പറയണത്. ഞാൻ പിതാവിനോട് ചോദിക്കുകയും, പിതാവെന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന് നടപടിക്രമമെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം? പിതാവിനോട് ഞാൻ ചോദിക്കുകയും നിങ്ങൾക്ക് MAക്ക് അഡ്മിഷൻ മേടിച്ച് തരികയും ചെയ്യും. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, അതാണ് പ്രശ്നം. ഈ ക്യാഷ് ആൻഡ് കൈൻഡ് പരിപാടിക്ക് പിതാവുമായി ഡയറക്റ്റ് ബന്ധമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. അത് നമ്മുടെ ബുദ്ധിയും ബോധവും അനുസരിച്ച് നമ്മളത് ആർജിച്ചെടുക്കുകയാണ് ചെയ്യണത്.
പിതാവ് രംഗത്ത് വന്ന പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് വന്നാൽ അത് എന്താണ് സംഭവം? പിതാവിനോട് ചോദിക്കുകയും വായിച്ചതിനടുത്ത് നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ വായിച്ചേ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:16. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതായത് പിതാവിൻ്റെ കാര്യം എന്ന് പറയണതിൻ്റെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതാണ് പിതാവിൻ്റെ കാര്യം. ആബ്സംസക്കൂടെ അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഉത്തരം കിട്ടണില്ല എങ്കിൽ ദൈവത്തെ പോലും കാണാത്തൊരു കാലമായിട്ട് ഇപ്പോൾ പൗലോസിൻ്റെ കപ്പൽ അനുഭവത്തിൽ പറയുന്നില്ലേ, കുറേ നാളത്തേക്ക് സൂര്യനെ കണ്ടില്ലെന്ന്. അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതയാത്രയുണ്ട്, കുറേ നാളത്തേക്ക് നമുക്ക് ദൈവാനുഭവം ഇല്ല. അപ്പോൾ ഈ മണ്ടന്മാരെന്നാ ചെയ്യുന്നറിയാവുക, രാവിലെ എഴുന്നേക്കാൻ താമസിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ ചിലർ ശങ്കരാടിയുടെ ഒരു സിനിമ ഇല്ലേ, കൈനീട്ടം വൈകുന്നേരം കിട്ടിയാൽ മതിയാന്ന് ചോദിക്കണില്ലേ, അതുപോലെ പ്രത്യക്ഷ പ്രാർത്ഥന ഉച്ചയ്ക്ക് ചെല്ലിയാൽ മതിയാന്ന് ചോദിക്കും. അപ്പോൾ ഇത് കൈവിട്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്താ കാര്യം? അതായത് അവരുടെ ലൈഫിൽ ദൈവത്തെ അനുഭവിക്കാത്ത ചില ദിവസങ്ങളാണ്. പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യക്ഷ പ്രാർത്ഥന അല്ല, ദൈവത്തെ പോലും വിളിക്കാത്ത ആൾക്കാർ കാനഡയിൽ പോയി. ഇതെല്ലാം ചെയ്തേച്ച് നിൽക്കണം. ഞാൻ നാട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഏജൻറ്റ് എന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. പിതാവിന് ആബ്സെൻ്റായിട്ട് തോന്നുന്ന ഒരു സമയം ഇതാണ്. ഈ ടൈമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് അനുഭവങ്ങൾ ഘടകവിരുദ്ധമായിട്ട് വരുമ്പോഴും അമ്മ ചോദിച്ചു, ഇതെന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഞാനല്ല ചെയ്തത്, പിതാവാണ്. ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മുടെ കാശാക്കാരന് വേണ്ടിയുള്ള കാര്യമല്ല. അതെന്തിനാണ്? പിതാവിൻ്റെ കാര്യം എന്താണ്? ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങളുടെ ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് പറയണത്. മനസ്സിലായില്ല? സ്ഥലം വിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന. ഇനി ഇവിടുന്ന് വെച്ച് കലൂര് പോയി നൊവേന കൂടും, അപ്പുറത്ത് പോയി വേറെ ധ്യാനം കൂടും. എന്തിനാണ് സ്ഥലം വിൽക്കണേ? ഇതാണ് ഇവരുടെ തലയിരിക്കണത്. അപ്പോൾ ദൈവം പറയും, മാറ്റിപ്പിടിക്കാൻ പറയും. എന്താ കാര്യം? ഇത് എന്നേക്കും നിങ്ങളുടെ കൂടെ, ഈ സ്ഥലം എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. മകളെ കല്യാണം കഴിച്ചാലും ഇനി മകള് പ്രസവിച്ചാലും അവരാരും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. കർത്താവ് വളരെ ക്ലിയറായിട്ടാണ് സംസാരിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവം പറയണത് എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാനാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞ, അച്ഛാ ഒരു ഓർഫണേജിൽ എവിടെയെങ്കിലും ആക്കിത്തരുമോ അച്ഛാ? എന്താ ഞാൻ പറയും, മക്കളെ എന്നെ ഉപേക്ഷിച്ചെന്ന്. ഞാൻ പറഞ്ഞു, മക്കളെ ഉപേക്ഷിച്ചതല്ലേ സത്യം പറയുന്നത്. ഇവിടെ ചില വിരയന്മാരുവേ സന്ധ്യയാലും പോകത്തില്ല. ഞങ്ങൾ പിന്നെ ഇവിടെയെങ്കിലും ഒരു കോൺവെൻറ്റിൽ കൊണ്ട് അവരെ കിടത്തും. പക്ഷേ എന്താ അവർ പറയണത്? അവർ പറഞ്ഞു, മക്കളെ ഉപേക്ഷിച്ചു അച്ഛൻ കൊണ്ടുപോയി അനാഥാലയത്തിൽ തരാനാണ്. അപ്പോൾ മക്കളായാലും എന്നേക്കും നിങ്ങളോട് ആയിരിക്കത്തില്ല, അവർ ഉപേക്ഷിച്ചായിരിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിൽക്കക്കളി ഇല്ലാത്ത കാര്യമാണ് വന്നിരിക്കണത്. ചിലപ്പോൾ വന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സംസാരം പോലും ഇഷ്ടമുണ്ടാകത്തില്ല. നല്ല കാര്യം. അപ്പോൾ ഈ വന്ന വരുമ്പോഴൊക്കെ അവർക്ക് പഠിച്ച ആൾക്കാരാണ്. അവർക്ക് നമ്മുടെ സംസാരം എന്നെ വർത്തമാനാണെന്ന് ചോദിക്കും. എന്നെ വർത്തമാനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ മകനാണെങ്കിൽ എന്ത് ചെയ്യും? മകൻ നമ്മുടെ കൂടെ കൂടുക? ഒരിക്കലും കൂടെ. അവനെ കെട്ടിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചേക്കണം മകന്. പല പ്രശ്നവും എന്താണ്? കെട്ടിച്ചിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ? അതാണല്ലേ പ്രശ്നം. കെട്ടിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ വിട്ടെന്ന് പറഞ്ഞില്ലേ? ഈശോ അല്ലേ പറഞ്ഞിരിക്കണത്? മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പം തന്നെ വിട്ടേക്കണം. അത് 90ാമത്തെ വയസ്സും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് കർത്താവ് പറയും. ഇനി എന്താ വിടണത്? എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരാശ്വാസകൻ. അതാണ് വിഷയം. മകനൊരു ആശ്വാസകനാണ്, ഭർത്താവ് ഒരു ആശ്വാസകനാണ്. ഈ സംഭവമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. എന്നിട്ട് നമ്മൾ കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ 8 മണിക്കത്തെ കുർബാനയും കൂടിയിട്ട് കുഴിക്കാൻ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. എന്താണ്? പഴയ കാര്യം ഓർത്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ആളെ വിട്ടുപോയില്ലേ? വിട്ടതായിട്ട് നേരത്തെ കൂട്ടണം മക്കളെ, കൂട്ടി എഴുതി തള്ളണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും ഈ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഈശോ പറഞ്ഞല്ല,
നിങ്ങൾ സമ്പാദിച്ചതെല്ലാം ആരുടേത് ആകും. അല്ലേ? ചോദ്യമല്ല, അടിപൊളി ചോദ്യമല്ലേ? ക്രിസ്തുവിനെ അറിയണം, അല്ല ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനെന്നല്ല. ക്രിസ്തു തന്നെയാണല്ലോ പിതാവിൻ്റെ ആനുകൂല്യം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സ്വന്തമാക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാർക്കിൻ്റെ ക്രൈറ്റീരിയ കൊണ്ടോ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് കയറിയത് മാർക്കറ്റിങ്ങിലാണ്. 4 വർഷത്തെ മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടർ പഠനം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടാണ് വെച്ചത്. പക്ഷേ അവർക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച് മാർക്കറ്റിംഗ് പഠിക്കണം തമ്മിലുള്ള റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നാൾ എനിക്ക് റിജക്ഷൻ വന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ 4ാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈലിൽ ഉള്ള കാര്യം വെച്ചിട്ട് എനിക്ക് വിസ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു പ്രാവശ്യം കൂടി വെച്ച് നോക്കാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് റിജക്ഷൻ വരില്ല. എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് ഈശോൻ്റെ വിസയാണ് വേണ്ടത്, എൻ്റെ സ്റ്റുഡൻറ്റ് വിസ അല്ല വേണ്ടത്. അമ്മ എൻ്റെ ഈശോൻ്റെ വിസ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ ഹോളി ഓയിൽ എൻ്റെ നെറ്റിത്തും പ്ലസ് എൻ്റെ പാസ്പോർട്ടിലും ഞാൻ കുരിശ് വരച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഒരേ തവണ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഞാൻ ധാരാളമായിട്ട് ഇപ്പം ഞാൻ കുറേ പള്ളിയിൽ ഞായറാഴ്ചകളിൽ പോവാറില്ല. അങ്ങനെ ദൈവത്തിൻ്റെ മാർഗം നേരെ തിരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് കുറേ നാളുകളായിട്ട്. ആൻഡ് കള്ളം പറയലോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈവൻ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞാൽ പോലും ഞാൻ അത് പശ്ചാത്തപിച്ച് അപ്പം തന്നെ മാപ്പ് പറഞ്ഞ് എല്ലാ രീതിയിലും ഞാൻ ഉടമ്പടി പാലിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകുന്നേരവും മുടങ്ങാണ്ട് ബൈബിൾ വായിക്കുമായിരുന്നു. ആൻഡ് ഞാൻ ഇന്നലെ എനിക്ക് എന്തോ അറിയില്ല, ഭയങ്കരമായിട്ട് ടെൻഷനായി. എനിക്കറിയാം 4ാമത്തെ പ്രാവശ്യവും വിസ റിജക്ഷനാണ് വരാൻ പോകുന്നത്. ആൻഡ് ഇന്നലെ എനിക്ക് ഓഫീസിലിരുന്നപ്പോൾ എനിക്ക് ഇന്ന് കൃപാസനത്തിൽ വന്നും ഞാൻ ഓൺലൈനായിട്ട് ചൊവ്വാഴ്ച ഉപവാസ ധ്യാനം എടുക്കുമായിരുന്നു. ആൻഡ് ഓൺലൈനിൽ ഉള്ളത് എനിക്ക് നേരിട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ലീവ് പറഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ വന്നു. ഇവിടെ രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എത്തി. 9:45 ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഏജൻസി കോൾ എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ 4ാമത്തെ പ്രാവശ്യവും വിസ റിജക്ഷൻ ആയി എന്ന് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും. 4ാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് അവർ പറഞ്ഞത്, ക്രിസ്റ്റീന, ഇപ്പോൾ ചെയ്തേക്കുന്ന ജോലി റിസൈൻ ചെയ്തോളൂ, വിസ അപ്രൂവലായി കിട്ടിയിട്ടുണ്ട്, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാണ് മാതാവിൻ്റെ കോള് വന്നതും ഞാൻ ഇന്നും കൂടി എൻ്റെ പാസ്പോർട്ടായിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് വന്ന് മാതാവിന് എൻ്റെ പാസ്പോർട്ട് തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇത് എൻ്റെ അനുഗ്രഹം, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മാർക്ക് കൊണ്ടോ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ കിട്ടിയേക്കുന്ന വിസ അല്ല. എൻ്റെ ദൈവം, എൻ്റെ അമ്മ എന്നോട് ഈശോനോട് പറഞ്ഞ് നേടി തന്നേക്കുന്ന വിസ മാത്രമാണ്. നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ലത സുരേഷ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ല ആലുവയിൽ നിന്നാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടതാണ്. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് വലുതും ചെറുതുമായ ഒരുപാട് സാക്ഷ്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നത് മാർച്ച് 15-ാം തീയതി 2023 ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാൻ വരാനുള്ള കാരണം, എൻ്റെ മോൾക്ക് ഈ വലത് ബ്രസ്റ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു തടിപ്പ് കണ്ടായിരുന്നു.
അപ്പോൾ അവൾ 1 മാസമായിട്ട് എന്നോട് പറയുന്നുണ്ടത്. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും നീർക്കെട്ടായിരിക്കാം, അല്ലെങ്കിൽ മോന് വണ്ണമില്ലാത്തത് കൊണ്ട് എല്ലാം ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അങ്ങനെ അങ്ങോട്ട് തഴഞ്ഞങ്ങനെ പോകുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ ഇങ്ങനെ പോയാൽ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും രോഗസൗഖ്യമൊക്കെ ഉണ്ട്, ഒന്ന് പോയി നോക്കായിരുന്നില്ലേ കൊച്ചിനെ കൊണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ സമയമാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നത് തന്നെ എനിക്ക് കടബാധ്യത നല്ലോണം ഉണ്ടായിരുന്നു. മൂത്ത മകളുടെ കല്യാണം, ഡെലിവറി, ഇതെല്ലാം കൊണ്ട് ഞാൻ നല്ലൊരു കടബാധ്യതയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നത് കടത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇവളുടെ ഈ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് കയറി, എനിക്കിവിടെ നിന്ന് വന്നാൽ അമ്മയുടെ ഈ ഒരു മണ്ണിലൊന്ന് ചവിട്ടിയാൽ മതി, ആ ഒരു ഇതിലാണ് ഇവളെ കൊണ്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞ് അമ്മയ്ക്ക് ഇവളുടെ എല്ലാ അസുഖങ്ങളും, ഇവളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ അമ്മയിലേക്ക് ഞാൻ സമർപ്പിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് അവളെക്കുറിച്ച് ആ ഒരു ടെൻഷനേ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ക്യൂ ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ ഉടമ്പടിയുടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് ഉടമ്പടി എടുത്ത് പോകാനായിട്ട് സാധിച്ചു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് 4-ാം ദിവസം, അപ്പോൾ അന്ന് മുതൽ പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടും പ്രഭാത പ്രാർത്ഥന, സഹായന പ്രാർത്ഥന എല്ലാം ചൊല്ലി അങ്ങനെ ഞങ്ങൾ കുടുംബത്തോടു കൂടി തന്നെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 4-ാം ദിവസം ഇങ്ങനെ കുളിക്കാൻ ഇങ്ങനെ കയറി തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരുന്നുള്ള ആ ഒരു തടിപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, ആ തടിപ്പ് ആദ്യം ഒരു കപ്പലണ്ടിയുടെ വലിപ്പത്തിലായിരുന്നു ഞാൻ കണ്ടത്. പിന്നീട് അതൊരു കശുവണ്ടിയുടെ വലിപ്പം അത്രയായിരുന്നു. പിന്നീട് അത് കാണാനില്ല. എനിക്ക് വേഗം എൻ്റെ ശരീരമൊക്കെ വിറച്ച് ഞാൻ വേഗം തന്നെ പോയി മാതാവിൻ്റെ ബുക്ക് എടുത്ത് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി നന്ദി പറഞ്ഞു. അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയിലും പ്രേക്ഷിത വേലയിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഈ ഫെബ്രുവരി 1-ാം തീയതി എനിക്ക് ഇവള് പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒരു കോള് വന്നു. മോളിങ്ങനെ തല കറങ്ങി മിണ്ടുന്നില്ല, പിന്നെ കണ്ണ് തുറക്കുന്നില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയൊക്കെയാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അവരിട്ടേച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? എനിക്ക് വല്ലാത്തൊരു ടെൻഷനായി. പെട്ടെന്ന് എനിക്കും തല കറങ്ങുന്ന പോലെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. വേഗം തന്നെ എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ വേഗം പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ മോൾക്ക് കൂട്ടായിരിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് എന്തെന്നറിയില്ല, എവിടെ നിന്നേ ഒരു ധൈര്യം വന്ന് ഞാൻ അപ്പം തന്നെ പോയി പെർമിഷൻ വാങ്ങി ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. കുട്ടിയെ എവിടെ അഡ്മിറ്റ് ആക്കിയണമെന്ന് അറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞു, എന്തായാലും ഞാൻ ചെല്ലണ വരെ എൻ്റെ അമ്മ എൻ്റെ മോളുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വിളിച്ചു, എന്നെ വിളിച്ച മിസ്സിനെ തിരിച്ച് വിളിച്ചു. എവിടെയാണ് എന്ന് ചോദിച്ചു. പറഞ്ഞു കാഷ്വാലിറ്റിയിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മോളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിസ്റ്ററാണ്. എനിക്ക് പെട്ടെന്ന് എൻ്റെ മാതാവാണ് അവിടെ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. വേഗം സിസ്റ്റർ പറഞ്ഞു, ശ്രുതിയുടെ അമ്മയാണോ ഒന്ന് വാ, ഇവിടെയാണ് അഡ്മിറ്റ് ആക്കിയേക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാഷ്വാലിറ്റി ചെന്ന് മോളെ കണ്ടു. അതിനുശേഷം അവൾ കണ്ണ് തുറന്ന് സംസാരിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു 4 പ്രാവശ്യമായി ഇങ്ങനെ കുഴഞ്ഞ്, പെട്ടെന്ന് നിന്ന് നിൽപ്പാൽ അവളങ്ങോട്ട് കുഴഞ്ഞു വീഴും. പിന്നെ ഒരു 5 മിനിറ്റത്തേക്ക് സംസാരിക്കില്ല, കണ്ണ് തുറക്കില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ എത്രയും പെട്ടെന്നൊരു ചെക്കപ്പ് നടത്തണം, ബ്ലഡ് എല്ലാം നോക്കാം, MRI എടുക്കാനൊക്കെ പറഞ്ഞു. അവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ESI വഴി പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ESIയിൽ വന്നു. അവിടെ വന്നന്ന് ഡോക്ടർ ജസ്റ്റ് കണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളങ്ങനെ വന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നിപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആവണം, ECGയിൽ ഒരു ചെറിയ വേരിയേഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു എക്സ്റേയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴും അതിലും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി. 2-ാം ദിവസം പറഞ്ഞു MRI എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, MRIയും കൂടി എടുത്തിട്ട് നമ്മൾക്ക് പിന്നെ എക്കോ ടെസ്റ്റ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കും ഇതെന്താണെന്ന് നിർണ്ണയിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് ഫിക്സ് വരാറുണ്ടോ, ആർക്കെങ്കിലും TBയുടെ അസുഖമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല, ആർക്കും ഇല്ല, അവൾക്കങ്ങനെ ഫിക്സ് വന്നിട്ടില്ല.
അങ്ങനെ രണ്ടാം ദിവസം ഡോക്ടർ രാത്രി 8 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എക്സ്റേയിൽ ECGയിൽ 3 ECG എടുത്തിട്ടും അതിൽ പ്രോബ്ലം കാണിക്കുന്നുണ്ട്, എക്സ്റേയിൽ അങ്ങനെ തന്നെയാണ്, അപ്പം നമുക്കൊരു എക്കോ ടെസ്റ്റ്, EG ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു, വിശദമായൊരു ടെസ്റ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സങ്കടമായി. ഞാൻ മാത്രമേ ഹോസ്പിറ്റലിലുള്ളൂ, എനിക്ക് വേറെ ആരോടും പറയാനുമില്ല. ഹസ്ബൻഡാണെങ്കിലും ചെറിയൊരു രീതിയിൽ ബ്ലോക്കൊക്കെ വന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണ്, ആളെ ടെൻഷനൊന്നും അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കഴിയണേ. അപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് പോണത് ഞാനാണ്, എനിക്ക് ആരോടും പറയാനില്ല. പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ആരോടും എൻ്റെ ദുഃഖങ്ങൾ പറയാനില്ല, എൻ്റെ കുടുംബത്തെ ഞാൻ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചേക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. പക്ഷെ മോളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് അവൾക്ക് പെട്ടെന്ന് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. ഒരു 2 മണിയായപ്പോഴേക്കും ഉള്ളു പറഞ്ഞു, എനിക്ക് ബാക്കിൽ ഞരമ്പ്, എനിക്ക് വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം തൈലം എടുത്ത് ഞാൻ അവിടെ തേച്ചു, ആ ഞരമ്പിന് തേച്ചിട്ട് ഞാൻ കാശുരൂപം വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. മോളോടും അങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ചൊല്ലി കുറേ കഴിഞ്ഞപ്പോഴേക്കും അവൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അമ്മച്ചി എനിക്കിവിടെ ഭയങ്കരമായിട്ട് തുടിക്കണ്, അമ്മ ആര് വന്ന് എനിക്ക് തൈലം എൻ്റെ ഞരമ്പിലേക്ക് ഒഴിക്കണ പോലെ എനിക്ക് തോന്നി, ഒരു ചാര കളറ് ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നും കുഴപ്പമൊന്നുമില്ല, അസുഖമൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. രാത്രി 2 മണിയായി.